കൂടെ സ്റ്റേജിൽ കയറി വൃത്തിയോട് കാണിക്കരുത്. ഞാനാണോ വൃത്തിയോട് കാണിച്ചത്? എടാ ഞാനാണോ വൃത്തിയോട് കാണിച്ചത്? ഈ വൃത്തിയിട്ട ചെറുക്കനാണോ വൃത്തിയോട് കാണിച്ചത്? ഇവൻ എന്നെ വൃത്തിയോടാണ് കാണിച്ചേ. എന്റെ നാട്ടുകാരൻ നിങ്ങൾ പറ. നല്ല 5-5 6 പൊക്കോളൊരു ചെറുപ്പക്കാരൻ ലിപ്റ്റിക്കും തേച്ച് കൊമ്പം മീശയും വെച്ചിട്ട് അവൻ പറയാ തുത്തിരി തുത്തിരി തൂന്ന്. അറിയാമോ, കഴിഞ്ഞ 6 വർഷക്കാലമായി ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ കശ്മെല്ലാം നശിപ്പിച്ചു. ഇന്നെന്റെ അടിഞ്ഞാട്ടമായിരുന്നു. അരങ്ങേറ്റമായിരുന്നു. ഇനി ഞാനിത് കെട്ടില്ല. മംഗലശ്ശേരി നീലകണ്ഠനാണ് സത്യം, ചാന്തുപൊട്ടിലെ ദിലീപേട്ടനാണ് സത്യം. സത്യം സത്യം സത്യം. നിനക്കൊന്നും കുട്ടികൾ ഉണ്ടാകാതെ പൊട്ടടാ. എനിക്കാ? നിനക്കല്ല, ഈ കറമ്പന്നെ കളി. എന്നെ വൃത്തിയോടെ കാണിച്ചേ. ഞാൻ വൃത്തിയോടെ കാണിച്ചത്? ഞാൻ നല്ല കാര്യമല്ല കാണിച്ചത്. ബാർഗർ മുതലാളിയുടെ മകൻ. ബാർബർ മുതലാളി? ഭാർഗവന് മുതലാളി. അദ്ദേഹം സ്റ്റേജിൽ ആ വൃത്തിയായിട്ട ചെറുക്കനെ കയറ്റിവിട്ടാ ബാർബർ വിളിക്കുക. ഞാൻ അവനോട് സംസാരിക്കാം. അദ്ദേഹം സ്റ്റേജിൽ വന്ന് അവനെ വിളിക്കുക. ഞാൻ അവനോട് സംസാരിക്കാം. അയാളുടെ വീട്ടിൽ പോയി നീ മാപ്പ് പറയുന്നതായിരിക്കും. അയാളുടെ വീട്ടിൽ പോയി ഞാൻ മാപ്പല്ല ഗ്ലോബ് പറയും. ഈടെ നീ +2 ഉണ്ടാക്കാതെ അയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറയടാ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ വീട്ടിൽ പോയി പറയണം. നോ കോംപ്രമൈസ്. നോ 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 നോ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി ഒരു ബാർബറാന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. മുതലാളി അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ആ കൊച്ചിനോട് വീട്ടിലാരൊക്കെ ഉള്ളത് സുഖമൊക്കെ ആണോന്ന് വെച്ചപ്പോ ഈ ശീല എന്റെ തന്നിട്ട് പറയാം എനിക്ക് കയറില്ല. അപ്പൊ സത്യത്തിൽ സംഭവിച്ചു. ഞാൻ അറിയാതെ ഞാൻ ആരുടെ പേര് ഒന്നും ചെയ്ത് കാലവാരി നിലത്തടിക്കും. വൈകുന്നേരം 6 മണി കഴിയിട്ടിടാ നിന്റെ ചാറ് എടുക്കും. ചാറ് അപ്പൊ ആ പോയതും തുത്തിരി തുത്തിരി തുരുവായിരുന്നു. അവര് പോയത് ഞാൻ കണ്ടു. പൊക്കോ നീ പൊക്കോ അലുമ്പൊന്നും ഉണ്ടാക്കാതെ പൊക്കോ. സ്റ്റേജിൽ ഇറങ്ങി പോവാൻ. സ്റ്റേജിൽ എന്നോട് ഇറങ്ങി പോകാൻ. അപ്പൊ നിനക്ക് ഇവിടെ എന്നെ വൃത്തിയോടെ നല്ല കാര്യമൊക്കെ കാണിക്കുക. എനിക്ക് ഇവിടെ ഒരു വൃത്തിയോടെ നല്ലതോ ചീത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എന്നെ വൃത്തിയോടാണ് കാണിച്ചേ. എന്നും എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ജാനു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോൾ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസറൊക്കെ വലിച്ച് പമ്മി എന്ന് ഇറങ്ങിപ്പോണേ ഞാൻ കാണാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അത് വല്ല മിന്നാമിനുങ്ങോ മറ്റായിരിക്കും. മിന്നാമിനിങ് രാത്രി 12 മണിക്ക് ജാനു ചേച്ചിയുടെ വീട്ടിലേക്ക് വരികയല്ലേ സിസറ് വലിക്കാനായിട്ട്. ചേച്ചിയുടെ വീട് എന്റെ വീട് തമ്മിൽ കറക്റ്റ് 45 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. നിനക്ക് അറിയോ? അത് അതിലൊന്നും വലിയ കാര്യമില്ല മോനെ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ. കുഴപ്പമില്ല സ്റ്റേജിൽ ഇരുന്നോ, കുഴപ്പമില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും സ്റ്റേജിൽ വെച്ച് പറയരുത് കേട്ടോ. ഇപ്പൊ സിനിമാ നടി വരുന്നുണ്ട്, ആ സമയത്ത് നീ കുഴപ്പമൊന്നും ഒരു കാര്യം ഞാൻ പറയാം. സിനിമാ നടി വരുമ്പോ ഞാൻ ഇവിടെ കിടന്ന് കൂത്താടും. നീ എന്നോട് സഹകരിച്ച് നിന്നില്ലെങ്കിൽ ഞാൻ തുത്തുരു ജാനി പറഞ്ഞ നാറ്റിക്കും. കുഴപ്പമില്ല സഹകരിക്കാം. ഒരു കുഴപ്പമില്ല. സിനിമാ നടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാൻഡേർഡ് ആയി നിൽക്കണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്നും വളർന്ന പ്രശസ്ത സിനിമാ താരം ചെഞ്ചലിനെ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവരും വേണ്ടില്ല അമ്മച്ചി മഹാലക്ഷ്മി. എന്റെ നാട്ടുകാരി അവു എന്തൊരു ഏൽപ്പിക്കില്ല. ഇതേ രോമൊക്കെ മുരിങ്ങാക്കോല് പോലെ നിൽക്കുന്നു. ഇറങ്ങി പോടാ. ഞാനുവേ അവിടെ നിന്നോ പറഞ്ഞോളൂ. ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ടയല്ല ബീഫ്. സോറി കേട്ടോ. ഈ ബീഫ് ആർട്സ് ആൻഡ് ചേച്ചി വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഈ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. പള്ളിക്കൂടത്തിൽ വിട്ടപ്പോ പള്ളിക്കൂടത്തിൽ പോണായിരുന്നു. കശുവണ്ടി വറക്കാൻ പോയ വാക്കും വാചകം ഒന്നും പുറത്തു വരില്ല. മൂന്നാറേ അവിടെ നിന്നോ. പ്രിയപ്പെട്ട മണ്ഡല സുഹൃത്തുക്കളെ, ഞാൻ ഈ സിനി ഫീൽഡിൽ എത്തിയിട്ട് 24 years ആയി. 2 വർഷമായി. സിനിമ ഫീൽഡ് ആകെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് തന്നെ നീലത്തരംഗാന്നുള്ളൂ. അതെ, നീലത്തരംഗം. പുരുഷന്മാർ എന്താണ് സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട മണ്ഡലങ്ങളെ, നമ്മൾ എന്തിനാണ് ഈ പുരുഷന്മാർക്ക് എപ്പോഴും താഴ്ന്നു കൊടുക്കുന്നത്? എപ്പോഴും താന്നു കൊടുക്കണ്ട, വല്ലപ്പോഴൊക്കെ ഒന്ന് താന്നു കൊടുക്കണം. നല്ലതാ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് എന്താണ് ഒരു കുറവ്, എന്താണ് ഒരു വ്യത്യാസം? എന്റെ നോട്ടത്തിൽ 2 വ്യത്യാസങ്ങൾ മാത്രമേ ഈ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കുള്ളൂ. ഒന്ന് താടി, ഒന്ന് വിട്ടു പോയനല്ലോ ദൈവമേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീ ഒരു അമ്മയാണ്, മകളാണ്, മരുമകളാണ്, നമ്മുടെ കുഞ്ഞു പെങ്ങളാണ്.
എന്നാണ്. മൊത്തത്തിൽ പറഞ്ഞ സ്ത്രീ ഒരു ഉത്തമ പുരുഷനാണ്. പറഞ്ഞിട്ടില്ലേ സിനിമ നടി ഒരു പാട്ട് പാടണോന്നാ കൊച്ച്. അയ്യോ പാട്ട് പാടാൻ അതിന്റെ ഒരു കുഴപ്പം കൂടി ഉള്ളൂ ഇവിടെ. പാടിച്ചു തരാണ്ടാ ഒരു പാട്ട്. ഏത് സ്റ്റേജിൽ ചെന്നാലും എന്നെ പാടിച്ച വിടത്തുള്ളൂ. നിന്നെ ഞാൻ ഇവിടെ നിന്നും പാടിച്ചിട്ടേ വിടൂ. പാപ്പന് പനിയോ? ഞാനേ സ്വാഗതം ചെയ്തതാണ്. സരി 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 ഗമ 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 സാരിയുടെ ഗമ കാണിക്കാതെ പാടറി തള്ള നിങ്ങള്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണ്? നിന്റെ തള്ള. പുല്ലാങ്കുഴയിൽ പാൽക്കടലാക്കിയത് ആരാണ്? നിന്റെ തന്ത. തന്തയ്ക്ക് വിളിക്കുന്നോ? എടോ സ്ത്രീകളെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? സ്ത്രീ ജന്മം പുണ്യജന്മം. എടോ സ്ത്രീ ഒരു സാധനം. എന്താണോ സ്ത്രീ ഒരു സ്വാന്തനം. പ്രിയപ്പെട്ട പണ്ഡിതകളെ, ഇത്രയും നേരം എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ അനുമതി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം. മയമ്മ പോണേ. ഇവനിട്ട് 2 എണ്ണം കൊടുക്കണമെന്ന് ഞാനും കുറെ കാലമായി കരുതുന്നു. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലയിലോട്ട് കേറുക. 4-5 കൊലക്കേസുള്ള ഒരാളോടാണ് കളിക്കുന്നത്. നീ എന്നെ ഇപ്പൊ തലയിലേക്ക് കയറും. നീ ഇപ്പൊ പറഞ്ഞ തലയിലേക്ക് കയറുമെന്ന് പറഞ്ഞ തലയിലോട്ട് പല കാര്യങ്ങൾ കേറുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാണ്. അതെ അതെ. എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ? എന്നാ പരിപാടിയാണ് വേണ്ടത്? നമ്മുടെ നാട്ടിൽ ഉഗ്രൻ സർക്കസ് കളിക്കാനാവുന്ന ഒരു വേലായുധൻ ചേട്ടൻ പുറത്തു നിൽപ്പുണ്ട്. ഉണ്ടോ? അയാൾക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാൻ നിനക്ക് പറ്റുമോ? അയാളെ പോയി കൂട്ടിക്കൊണ്ട് പോട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാരുണ്ടെങ്കിൽ അയാൾക്ക് 5 മിനിറ്റ് സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരനെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ അയാളെ പോയി കൂട്ടിക്കൊണ്ട് പോടാ. പ്രൊഫസർ KJ വേലയിലാണ് നിൽക്കുന്നത്. നീയാണ് 5 മിനിറ്റ് സമയം തരും, കൊളമാക്കരുത്. ഇല്ല കൊളാക്കൽ. ഈ ഹെൽപ്പർ പയ്യനെ വേണം. ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എടുത്തു തരാനൊരു പയ്യനൊരു കൊഴുപ്പിന് വേണ്ടിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പയ്യനെ കൂടെ വിളിച്ചേടാ. എടാ പക്ഷെ നല്ല നല്ല ഐറ്റംസുകൾ മാത്രം കാഴ്ച. ചേട്ടാ ഞാൻ എത്തി. സർക്കസ് കളിക്കാൻ വേണ്ടി ഇയാൾക്ക് 5 മിനിറ്റ് സമയം കൊടുക്കരുത്, കൊളമാക്കരുത്. പിള്ളേർക്ക് എന്തൊക്കെ സൈസ് പേരാ. പ്രിട്ടിലിസ്റ്റ് മുഞ്ഞാന്ന് പിള്ളേർക്ക്. എടാ ഇവിടെ നിന്ന് ഒരു പയ്യനെ വിളിച്ചു വിടാൻ പറ്റിട്ട് ആഫ്രിക്കയിൽ നിന്ന് പയ്യനെ വിളിച്ചു വിട്ടു. വെട്ടിയാണ്ടല്ലോ. എടാ മോനെ കൃത്യം നിന്റെ മൂക്കിന് നേരെ കാക്ക കാഷ്ടിച്ചല്ലോടാ. അത് കാക്ക കാഷ്ടോട്ടൊന്നുമല്ല. പിന്നെ അതൊരു ബെസ്മം. വിഷമോ? നീ നട്ടുവെച്ച നേരത്ത് വെയിലത്തോടെ ഒന്ന് ഇറങ്ങി നടക്കരുത് കേട്ടോ. എന്താ സൂര്യൻ കരിഞ്ഞു. നിങ്ങൾ കേരളത്തിൽ ഒരുപാട് സർക്കസായ ജംബോ സർക്കസ്, ജെമിനി സർക്കസ്, രാജ്കമൽ സർക്കസ് കണ്ടിട്ടുണ്ട്. ഇതാ സൈസിലുള്ള തരംതാഴ്ന്ന സർക്കസ് അല്ല. ഗ്രീക്ക് ഭാഷയിൽ ഈ സർക്കസിന് സൈക്ലത്തം എന്ന് പറയുന്നു. പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടൗലിംഗ് എന്നല്ല. പ്രിയമുള്ളവരെ, സസൂക്ഷ്മം നോക്കി നിന്നാൽ വീട്ടിൽ ചെന്നാൽ ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് അലക്കട വല്ല കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? ഞാൻ എന്നാ നോക്കുമ്പോൾ പരിപാടിയുടെ വിജയത്തിന് നീ ഇത് പറയാൻ കേട്ടോ. എന്താ ഇത്? ടവൽ. ദൈവമേ, ഇപ്പോഴും ടവല് തന്നെ. അതിന് ഞാൻ ടവലല്ലാന്ന് പറഞ്ഞു. ഇനി ഒരു വാച്ചിങ് എന്താ? പ്രിയമുള്ളവര്, സസൂക്ഷ്മം നിന്റെ കയ്യിലെ ചുക്കിന് ചുണ്ണാമിനും കൊള്ളാത്തൊരു വാച്ച്. അത് ഇത് 500 രൂപ കൊടുത്ത് മേടിച്ച പുതിയ വാച്ചാണ്. 500 രൂപ കൊടുത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ സമയം ഒന്നും നോക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് കൃത്യമായിട്ട് സമയം നോക്കാൻ അറിയാം. എന്നാ നീ കൃത്യമായിട്ട് സമയം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് സമയം പറയണം. 5 മിനിറ്റ് ആവാൻ 10 മിനിറ്റ്. പ്രിയമുള്ള ജനങ്ങളെ, ഈ 5 മിനിറ്റ് ആവാൻ 10 മിനിറ്റുള്ള വാച്ച് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ ഈ ടൗലിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഇനിയാണ് പരിപാടിയുടെ മർമ്മപ്രധാനമായ ഭാഗത്ത് കിടക്കുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ ടൗലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാച്ച് നിലത്ത് വെച്ചത് ഇങ്ങനെ ഈ വെള്ളാരം കല്ല് വെച്ചത് കംപ്ലീറ്റ് ഭസ്മം പോലെയായിട്ട്. ഒരു വളയത്തിലൂടെ 2 യൂമിതനങ്ങൾ തിങ്ങി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ മരണം സുനിശ്ചിതമാണ്. അതായത് അറിയാവുന്നവർക്ക് പ്രശ്നമല്ല, അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ കരിപ്പെട്ടി തലയാ അവിടെ ഒരു വളയം വെച്ചിട്ടുണ്ട്, വേഗം കൊടുക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം. കാരണം കൊലപാതകത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. ഒരുച്ചൻ അതൊന്ന് ഇട്ട് നീ ഇപ്പൊ എന്നടാ കാണിച്ചേ? എന്നോട് ഇടാൻ പറഞ്ഞ് ഞാൻ ഇട്ടു. എടാ അത് പതുക്കി വെച്ച് നിർത്തണ്ട, എന്നാലും എനിക്ക് പുഴിഞ്ഞൊളിഞ്ഞ് കയറിപ്പോണായിരിക്കും കയറാൻ പറ്റുള്ളൂ. നാശം കാണിക്കും. പ്രിയമുള്ളവർ, ഈ വളയത്തിന് ചില പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് പരിപാടി ആരംഭിക്കാം. ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോളുണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഹോളുണ്ട്. ആരും പേടിക്കരുത്, കണ്ണിൽ ചോരയില്ലാത്തൊരു ഐറ്റമാണ്. ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല, അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എന്നാ നിന്റെ ഉദ്ദേശം? പതുക്കെ കയറും. അറിയാൻ പാടില്ല, വിളിക്കാനല്ല. പ്രിയമുള്ള ജനങ്ങൾ, ഒരു ചാൻ വയറിന് വേണ്ടിയുള്ള
വയറിപ്പ പൊട്ടിച്ചളയുന്ന തോന്നണം. ഈടെ കിക്കിളി കൂട്ടല്ലടാ വൃത്തികെട്ട. കടുക് പൊട്ടിക്കണ ഒച്ച കേൾക്കണേ. പരിയല്ലൊടിയനാണോ അത്? ഈടെ മൂക്ക് വെച്ച സ്ഥാനത്ത് കുത്തില്ലേ? ശ്വാസം മുട്ടുണ്ട്. ഇറങ്ങിക്കോ മോനെ. ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാ ഒന്ന് കേറി നോക്കണം. കേറാനും പറ്റുന്നില്ല. ഇറങ്ങാനും പറ്റണല്ലേ, കയറാനും പറ്റണല്ലേ. ദൈവമേ, പണി പാളി. നീ വളയത്തേൽ ഇച്ചിരി തുപ്പലാന്ന് വെച്ചു ഇറങ്ങിപ്പോയി. തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയി. കയറാനും പറ്റണല്ലേ, ഇറങ്ങാനും പറ്റണല്ലേ. അയ്യോ, എന്റെ നോക്കി നിൽക്കുവാണ്. എന്ത് വന്നു ഒരു അമ്മേ. പാവപ്പെട്ട ഈ മന്നബുദ്ധി ചെറുക്കന്റെ മന്നബുദ്ധിയല്ലേ മോനെ? ഈ ചെറുക്കൻ്റെ 1 നമ്പർ വാച്ച് കൊടുക്കൂ. അതല്ല ഇത്രയും പേരെ ഇത് കുത്തിപ്പൊടിച്ച് ഭസ്മം പോലെ ആക്കി ഇവിടെ വെച്ചാണ്. ആ, അങ്ങനെ എല്ലാ സർക്കസുകാരും പറയും. ആദ്യം മേടിച്ച് വാച്ച് കുത്തിപ്പൊട്ടിക്കും, പിന്നെ പോകുമ്പോ പുതിയ വാച്ച് അതുപോലെ തിരിച്ചു തരും. അതൊക്കെ വലിയ വലിയ സർക്കസ് കളിക്കാറില്ല മോനെ. ഞാനിതൊക്കെ പഠിച്ചു തന്നെയല്ലേടോ. കലാഭവൻ കലാഭവൻ കലാഭവൻ. ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം. ദൈവമേ, ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലിയില്ലെന്ന്. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ. എവിടെ വീട്? എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് വീട്? അതെ അതെ അതെ. അവിടെ ഒരു അമ്പലമില്ല? അമ്പലം? ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ. പള്ളി? പള്ളി ഉണ്ടല്ലോ. മുറുക്കാൻകട? മുറുക്കാൻകട ഉണ്ടല്ലോ. സിനിമാ തിയേറ്റർ? സിനിമാ തിയേറ്റർ ഉണ്ട്. ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ? പരിചയം ഉണ്ടായിട്ടല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാൻകടയൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ കാലിന്റെ മുകളിൽ ചാണകം ചവിട്ടിട്ട് കഴുകാത്തത്? ഇത് ചാണകം ചവിട്ടിയല്ലോ, ഇതാണ് ഷൂ ഷൂ എന്ന് പറഞ്ഞ സാധനം. ഷൂ ആണോ? അതെ അതെ. ഷൂ ആണത്? അതെ അതെ അതെ. അത് എവിടുന്ന് മേടിച്ചതാണത്? ഇത് MG റോഡിലൊരു ഫുഡ് വെയർ മേടിച്ചാണ്. ആണോ? അതെ. ഇതെങ്ങനെയുണ്ട് ഇത്? ഇത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. ഇത് എവിടുന്ന് മേടിച്ചാണ്? ജനിതക ജ്വല്ലറി ആലപ്പുഴ. ഇവിടെ എന്ത് മണ്ടത്തോടെ താൻ പറഞ്ഞേ. എല്ലാവരും ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ല പോണത്, ഷൂ എടുക്കാനാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് പോകും. കള്ളനാണല്ലേ? ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. മോന്ത കണ്ടാലും പറയും. അറിയല്ലേ? ഈ ഷർട്ട് എവിടുന്ന് മേടിച്ചതാണ്? ഇതോ? ഇത് അയ്യപ്പാസ് കോട്ടയം. ആണോ? അതെ അതെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. അടിപൊളി അടിപൊളിയാണ്. സൂപ്പറാണല്ലോ. സൂപ്പറാണ്. ഇത് എവിടുന്ന് മേടിച്ചാണെന്നറിയാം? എവിടെ മേടിച്ചാ? ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ സിറ്റി. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനല്ലേ പോണത്, ഷർട്ട് മേടിക്കാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് ഒരു ഷർട്ട് കൊണ്ടുവരും. മറ്റേത് കള്ളൻ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. ജീവിക്കണല്ലോ. ജീവിക്കണമല്ലോ. അതെ. ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങുണ്ടോ അവിടെ? അത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. ആ ചടങ്ങുണ്ട്. അമേരിക്കയിൽ അങ്ങനെയല്ലല്ലോ. അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത്. അമേരിക്കന്റെ കൾച്ചർ എനിക്കറിയില്ല. അല്ലല്ലേ? അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതല്ല, പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ഇയാള് പെണ്ണ് കാണാൻ പോയോ? അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല, പെണ്ണ് കാണാൻ വേണ്ടി പോയി. അത് പറയുമ്പോ എനിക്ക് നാണം പേറും. എന്തിനാ നാണിക്കണത്? ഇത് ആണുങ്ങൾ പറഞ്ഞാണല്ലോ ഈ പെണ്ണ് കാണൽ ചടങ്ങ്. ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങള് പെണ്ണ് കാണാൻ പോവില്ലല്ലേ? കേരളത്തിൽ അങ്ങനെ പതിവില്ലല്ലോ. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ഇതാ ചായ എന്ന് പറഞ്ഞ് പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം. അത് പിന്നെ സർവ്വസാധാരണം. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത്. ഇവിടെ എന്തിനാ നാണിക്കുന്നത്? പെണ്ണിനെ നാണിക്കണം. നമ്മൾ ആണുങ്ങൾ പുരുഷത്തോടെ നിൽക്കണം. അല്ലേ? അതെ. പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു. അപ്പൊ ഞാനിപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരു ഇതാണല്ലോ, തലമുറത്തിന്റെ, ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണാണല്ലോ. അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണോന്ന്. പിന്നെ പെണ്ണോട് തീർച്ചയായിട്ടും ചോദിക്കണം. ചായ കൊണ്ടുതന്ന ഉടനെ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ചായക്ക് കടിയൊന്നുമില്ല മോളെ എന്ന്. ഇങ്ങനെ ഒരു പെണ്ണിനെ ചോദിക്കേണ്ടത്. പെണ്ണിന്റെ പേരെന്താണ്, പെണ്ണ് എത്ര വരെ പഠിച്ചു എന്നൊക്കെയല്ലോ ചോദിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം അതാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, എക്സ്ക്യൂസ് മീ, എത്ര വരെ പഠിച്ചു എന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു എന്നോട് ഡിഗ്രി തോറ്റു. അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല. 1 മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു. എന്താ പറഞ്ഞു? ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ? SSLC എഴുതി രണ്ടാമതും ജയിക്കണ്ടേ? ഈ സമയത്താണ് ചുമരിന്റെ മുകളിൽ ഒരു ഫോട്ടോ കാണുന്നത്. എന്നിട്ട് ഭിത്തിയിലൊരു ഫോട്ടോ കാണുന്നത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അച്ഛൻ മിലിറ്ററിയിലാണല്ലേ മോളെ? അച്ഛൻ മിലിറ്ററിയിലല്ലാന്ന്. അപ്പൊ ഇത് പിന്നെ അലിയനായിരിക്കും. അലിയനും അല്ലാന്ന്. അപ്പൊ അമ്മാവനായിരിക്കും. ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന്. അമ്മാവനും അല്ലാന്ന്. പിന്നെ ആരാണത്?
ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന്. അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്. എടാ നീ ആരോടാണ് ഈ സംസാരിക്കണത്? എന്താണ്? എടാ റൗഡി രാജനാണത്. റൗഡി രാജനാണോ? അത് മാത്രല്ല നിന്റെ പെങ്ങളെ ലൈൻ അടിച്ചവനാണത്. ചോദിക്കടാ നീ. ഇവനാണത്? ഇവനാണത്. ചോദിക്കടാ നീ അങ്ങോട്ട്. എടാ നീ ചോദിക്കും. നീ അല്ലേ റൗഡി രാജൻ എന്ന് ചോദിക്കടാ. നിങ്ങളൊന്ന് ചോദിച്ചു. നീ ചോദിക്കും. നീ ധൈര്യമായിട്ട് ചോദിക്കും. നീ ആണല്ലേടാ ചോദിക്കണം അങ്ങോട്ട്. പ്രശ്നമൊന്നുമില്ല. രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചോടാ. നീ ചോദിക്കും. നീ ചോദിക്കും. അവരുടെ റൗഡി തരം നീ ചോദിക്കും. നിങ്ങളാണോ റൗഡി രാജൻ? ഞാനാണ് ഈ റൗഡി രാജൻ. സത്യസന്ധതൻ. എന്ത് നീറ്റ്. വളരെ ഡീസന്റ് അല്ലേ? എടാ മണ്ട അങ്ങനെയല്ല ചോദിക്കണ്ടേ. എടാ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണ് അവൻ. ഇവനാണത്? അതെ. അപ്പൊ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിക്കുക. ഇന്നൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോ. ചോദിക്കടേ. നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനെ ചോദിക്കണം. ചോദിക്കടാ. ചോദിക്കടാ. നീ ചോദിച്ചാൽ മതിയോ? എടാ നീ ചോദിക്ക. എന്റെ പെങ്ങളെ ഇങ്ങനെ കാണിച്ചിരുന്നു. നിന്റെ പെങ്ങളെ നോക്കി ഞാൻ 5 പ്രാവശ്യം ഇങ്ങനെ 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 കളിച്ചു. സത്യമായിട്ട് കളിച്ചു. സത്യം. എന്ത് നല്ല സത്യസന്ധതൻ. അയ്യോ പാവല്ലേ. അങ്ങനെയാണോ ചോദിക്കണേ? നീ ചേട്ടനാണ്. നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ. എടാ നീ ചോദിക്കടാ. ഇവനാണ് എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയത്. ഇവനാണ്. ഇവനാണ്. നിന്റെ പൗരുഷകം ഇവിടെ കൊടുക്കടാ. ഞാൻ സിനിമയ്ക്ക് പോയി. ചോദിക്കട്ടെ ഇവനോട്. എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നു. ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു. ഏതായിരുന്നു സിനിമ? ചാന്ത് പൊട്ട്. അതെങ്ങനെ സിനിമ ശരിക്കും എങ്ങനെ ഉണ്ടത്? വളരെ വെറൈറ്റി പടം. വെറൈറ്റി. ദിലീപിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ആയിരിക്കും. പിന്നെ എന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല. ദിലീപിന് മാത്രം പറ്റും. അങ്ങനെയല്ലേ? വളരെ നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു? ചെയ്യൂല. സത്യം. എടാ പൊട്ട അങ്ങനെയാണോ ചോദിക്കുന്നത്? നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് നീ ചൂടായിട്ട് ചോദിക്കാം. എടാ അടിക്കണം അവന്റെ മോൻ നോക്കി അടിയണ. എന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയാൽ അടിക്കണം. അങ്ങനെ ഇനി എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയാൽ നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമക്ക് പോയാൽ അടിച്ച് നിന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ പറ്റും. എന്റെ അല്ല അവന്റെ. അവന്റെ മോന്തത് ഇവിടെ ഒരു അടി കൊടുക്ക്. എവിടെ? ഇവിടെ ഇവിടെ കൊടുക്കണ അടി. ഇവിടെയാണോ? ഇവിടെ. ഇങ്ങനെ വന്നേ. അതെ, അവന്റെ പെങ്ങളെ ഞാൻ ചിലപ്പോ പാർക്ക് കൊണ്ടുപോകും, സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം? എനിക്ക് പ്രശ്നം എന്താന്നാ? എടാ ഞാൻ കെട്ടാൻ പോണ പെണ്ണെ തന്നെ വേണടാ നിനക്ക് ബീച്ചിൽ കൊണ്ടാൻ.